വണ്ടിപ്രാന്തന്മാരുടെ സ്വർഗം തന്നെ ഇത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നൊരു വീക്കെൻഡായിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു പ്ലാൻ ചെയ്തത്. ഞാനും എൻ്റെ കസിൻ്റെ മോനും ഉണ്ട്. ഇത് ഞങ്ങളുടെ ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുവാണ് കൊച്ചിയിലോട്ട്. ഇന്ന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് ഞാൻ സാധിക്കാൻ പോകുന്നത്. ഞാൻ ഒരുപാട് നാൾ പറ്റും, പക്ഷേ എന്നാലും നടക്കുന്നില്ല ഓരോ കാരണങ്ങളാൽ. ഇന്ന് നമ്മൾ എടപ്പള്ളി ഒരു മോളിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മോൾ ഏതാണെന്നറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് അവിടുത്തെ നമുക്ക് പോകേണ്ട സ്ഥലം. നമ്മുടെ വണ്ടിപ്രാന്തന്മാരുടെ ഒരു സ്വർഗം തന്നെയാണിത്. കുറേ നാളായി വരണമെന്ന് പ്ലാനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ, പക്ഷെ ഒരു കാര്യം നടന്നില്ല. ഇന്നാണ് പക്ഷെ അതിന് പറ്റിയൊരു സന്ദർഭം കിട്ടിയത്. എന്തായാലും ചേട്ടൻ്റെ മോനും പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇന്ന് അങ്ങ് സെറ്റ് ചെയ്യാവുന്നു. ഇവിടെ ലാബ് ആണെന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് സ്റ്റേഷനൊക്കെ ഉണ്ട്, അടിപൊളി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരു 10 ലാപ്പിൻ്റെ ടിക്കറ്റ്സും ഒക്കെ എടുത്ത് 10 ലാപ്പിന് എന്തോ 400 സംതിങ് ആണ് വരുന്നത്. പിന്നെ അവന് ക്രിക്കറ്റ് സോണിലൊന്ന് ക്രിക്കറ്റോടൊന്ന് കളിക്കണമെന്ന് പറഞ്ഞു. സോ ആദ്യം അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് നമ്മൾ സ്പീഡ് വേയിൽ നമ്മൾ കാട്ടിലോട്ട് കയറുന്നത്. ക്രിക്കറ്റിനും വരുന്നത് 3 overs or 4 overs എന്തോ 200-300 സംതിങ് ആണ്. 200 ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷേ കുഴപ്പമില്ല, അവനത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറിയത് കാട്ടിലോട്ടാണ്. അതിൽ തന്നെ നമുക്ക് അവർ റൂൾസൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇതിലോട്ട് പ്രൈസിന് കയറുന്നത്. പ്രൈസ് ആയിട്ടൊന്നുമില്ല, നമുക്ക് ആ ഒരു 10 ലാപ്സ് ആണ് വരുന്നത്. ആ ഒരു 10 ലാപ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓടിക്കാം, നമ്മുടെ കൺട്രോളിലാണ്. പിന്നെ സൈഡിൽ തട്ടുകയോ മുട്ടുകയോ അങ്ങനത്തെ എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ നമ്മൾ അതിനുള്ള പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ആദ്യത്തെ ഒരു 2 ലാപ്സ് നമ്മളൊന്ന് ആ ഒരു ട്രാക്കായിട്ടൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി ഇതൊക്കെ തന്നെ ഓടിച്ചു. പിന്നെ നമുക്ക് അത്യാവശ്യം സ്പീഡ് കൂട്ടി ചെറിയ ഡ്രിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാടൊന്നും പറ്റത്തില്ല, കാരണം ട്രാക്കൊന്നും അത്ര അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഒരു ആഗ്രഹം തന്നെയായിരുന്നു, അതെന്തായാലും ഇന്ന് സാധിച്ചെടുത്തു. എന്തായാലും ഒന്ന് തീരുമാനിച്ചു, ഇനി ഇതേലത്ത് ഒരു അവസരവും മിസ്സാക്കത്തില്ല. കാരണം നമ്മളെപ്പോലുള്ള വണ്ടിപ്രാന്തന്മാർക്ക് അത്രയും സന്തോഷമായി ഈ ഒരു കാര്യം തരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഒരിക്കലും അത് മിസ്സാക്കരുത്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പാർക്കിംഗ് നമ്മൾ ഇനി തിരിച്ച് പോവുകയാണ്. പക്ഷെ എന്തായാലും ആ പൈസയ്ക്ക് ഒരു വെർത്തായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. സംഭവം നൈസ് തന്നെയായിരുന്നു. ശരിക്കും എന്തോ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഗോകാട്ടിങ്ങിന് പോകുന്നത്, പക്ഷേ എനിക്ക് ഇത് പോയപ്പോൾ മനസ്സിലായി ഇതൊരു ഫീൽ തന്നെയാണ്. പിന്നെ അവിടെ നമ്മൾ നേരെ വന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് നെട്ടൂർ മാർക്കറ്റിലാണ്. ഈ ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരുപാട് സിനിമകളിലെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് വരുന്നതാണ്. ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഈ മാർക്കറ്റ് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അടിപൊളി വൈബ് തന്നെയാണ്. ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു മാർക്കറ്റാണ്. പിന്നീട് അവന് ഹിൽ പാലസ് കാണണമെന്ന് പറഞ്ഞു. പിന്നെ നേരെ അങ്ങോട്ട് പോയി. നമ്മുടെ മൺചിത്രത്താഴും അങ്ങനത്തെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ്. അടിപൊളി വൈബ് തന്നെയാണ് അവിടെ പോകാൻ. അകത്ത് ഇന്റീരിയറിൽ നമുക്കൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. കഥകൾ കാണാനും അവരുടെ പണ്ട് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, വണ്ടികൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. സംഭവം വേറെ ലെവൽ തന്നെയാണ്. നല്ല ആംബിയൻസിലാണ് അവിടെ പോയി ഇരിക്കാൻ പറ്റും നമുക്ക് കുറേ നേരം. ക്ലോക്ക് റൂമിൽ നമ്മൾ ഷൂസൊക്കെ ഊരിയിട്ടാണ് നമ്മൾ കൊട്ടാരത്തിനകത്ത് കയറുന്നത്. അങ്ങനെ ഞങ്ങളൊരു 5 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം നമുക്ക് അവിടെ കയറിയ സമയം പോകുന്ന അറിയത്തില്ല. രാത്രിയായപ്പോൾ ഇറങ്ങി. വണ്ടിക്ക് 2 ഡീസൽ അടിക്കണമായിരുന്നു. 2 ഡീസലൊക്കെ അടിച്ച് നമ്മൾ പനമ്പള്ളി പോയിട്ട് അലിബാബയിൽ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം നിർത്തി. സോ ഈ ഒരു കുട്ടി വ്ലോഗ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.